Hi students, welcome to your class. Chapter 19 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോമേഷൻ ഇൻ ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ മാർക്കറ്റിങ്ങിലെ ഓട്ടോമേഷനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു പവർഫുൾ ടൂളാണത്. എന്തിനു വേണ്ടിയിട്ട്? ബിസിനസ്സിനെ എനേബിൾ ചെയ്യാനും അവരുടെ ഇമെയിൽ മാർക്കറ്റിംഗ് എഫേർട്ടിനെ എൻഹാൻസ് ചെയ്യാനും ഓട്ടോമേറ്റിംഗ് റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യാൻ, ലാർജ് സ്കെയിൽ ക്യാമ്പയിനിലൂടെ മാനേജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഓട്ടോമേഷനിലേക്ക് വന്നത്. കാരണം ഒരുപാട് ആളുകളിലേക്ക് ഒരേ സമയം പേഴ്സണലൈസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻസ് പാസ് ചെയ്യാനും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു റെപ്യൂട്ടേഷൻ നമുക്ക് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു പോയിന്റ് പഠിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും പോയിന്റുകൾ വരുന്നുണ്ട്. ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ ഇൻവോൾവ്സ് യൂസിങ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുക അതിന് വേണ്ടിയിട്ട്. കാരണം ഇമെയിൽ സെൻഡ് ചെയ്യാനും സബ്സ്ക്രൈബേഴ്സിന് ഇമെയിൽ സെൻഡ് ചെയ്യാനും പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ട്രിഗേഴ്സ് അതിൻ്റെ ആക്ഷൻസ് ഷെഡ്യൂൾസ് ഒക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ കീ കോമ്പോണൻസ് എന്തൊക്കെയാണ്. ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷനിൽ പ്രധാനമായിട്ട് വരുന്നത് 8 കീ കോമ്പോണൻസ് ആണ്. അതിൽ ട്രിഗർ ബേസ്ഡ് ആയിട്ടുള്ള ഇമെയിൽസ് ഉണ്ട്. എന്താണ് ഈ ട്രിഗർ ബേസ്ഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇമെയിൽസ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെൻഡ് ചെയ്യാം. ഒരു യൂസർ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആക്ഷൻസ് അവർ പെർഫോം ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമുക്കറിയാം ചില ലിങ്കുകൾ തരും, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ അടുത്ത ആക്ഷനിലേക്ക് അത് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ട്രിഗർ ബേസ്ഡ് ആയിട്ടുള്ള ഇമെയിൽസ് വരുന്നുണ്ട്. പിന്നെ ഡ്രിപ്പ് ക്യാമ്പയിൻസ് വരുന്നുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ഓട്ടോമേറ്റഡ് ഇമെയിൽസ് ഓവർ സം ടൈം ടു ഗൈഡ് പ്രോസ്പെക്ട് ത്രൂ ദ സെയിൽസ് ഫണൽ ഓർ നർച്ചർ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പിനെ നർച്ചർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ സെയിൽസ് ഫണൽസിലൂടെയോ പ്രോസ്പെക്ട്സ് നമ്മളിങ്ങനെ ഒറ്റയടിക്ക് തന്നെ ഒരു കൂട്ടം ഓട്ടോമേറ്റഡ് ഇമെയിൽസ് സെൻഡ് ചെയ്യുക. അതിനാണ് ഡ്രിപ്പ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമെയിൽസിനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുക. ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഒരു സബ്സ്ക്രൈബർ ഡാറ്റ നമ്മുടെ ഉണ്ടാവും. അവരുടെ പേര്, അവരുടെ ലൊക്കേഷൻ, അവരുടെ പാസ്റ്റ് പർച്ചേസ്, ബിഹേവിയർ, എത്ര പ്രാവശ്യം ആ വെബ്സൈറ്റിൽ നമ്മൾ കയറി, അവിടെ എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ആണെന്ന് മനസ്സിലായിട്ടാണ് അവർ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് മെയിലായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വ്യക്തികളെ അറിഞ്ഞുകൊണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യുക, ഓട്ടോമേഷൻ നടത്തുക. അതാണ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ സെഗ്മെൻറ്റേഷൻ ആണ്. സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ലിസ്റ്റ് ഇടും, ഇമെയിൽ ലിസ്റ്റ് ചെറിയ ഗ്രൂപ്പിന് മോർ ടാർഗറ്റഡ് സെഗ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ ചില പ്രത്യേക ക്രൈറ്റീരിയ നോക്കിയിട്ട്, അതുപോലെ തന്നെ മോർ റെലവൻറ്റ് കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ സെഗ്മെൻറ്റ് തരം തിരിച്ചിട്ടും എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള ഇമെയിൽസ് സെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ പറയുന്നത് A/B ടെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. A/B ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റണ്ണിങ് കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ് ടു കമ്പയർ ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് ആൻ ഇമെയിൽ ടു സീ വിച്ച് വൺ പ്ലാറ്റ്ഫോം ബെറ്റർ. ഇവിടെ ഒന്നിലധികം പ്ലാറ്റ്ഫോംസ് ഒരേ സമയം പെർഫോം ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ രണ്ടെണ്ണവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ബെസ്റ്റ് വൺ ഏതാണെന്നുള്ളത് നോക്കുക. അതിനാണ് A/B ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ് വേറൊരു കീ കോമ്പോണൻ്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഈ ഓട്ടോമേറ്റഡ് ആയിട്ട് ഇമെയിൽ ക്യാമ്പയിൻസിന് അത് എത്രത്തോളം ഇഫക്റ്റീവ് ആണോ അല്ലേ എന്നുള്ളത്, അതിൻ്റെ ഐഡൻറ്റിഫൈ ഏരിയാസ് എവിടെയൊക്കെ അതിനെ ഇനി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ കൃത്യമായിട്ട് മെഷർ ചെയ്യുക. പെർഫോമൻസിൻ്റെ ബേസിസിൽ കൃത്യമായി അതിനെ ട്രാക്ക് ചെയ്യുക, അനലൈസ് ചെയ്യുക അതിൻ്റെ ഓരോ പെർഫോമൻസിനെയും. എന്നിട്ട് അതിൻ്റെ ഇഫക്റ്റീവ്നെസ് എത്രത്തോളം മെഷർ ചെയ്യുക, എവിടെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണോ ആ ഏരിയാസ് കണ്ടുപിടിക്കുക. അതിനൊക്കെയാണ് അനലറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ ആണ്. വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള വർക്ക് ഫ്ലോനെ ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഓട്ടോമേറ്റ് ദ കസ്റ്റമർ ജേർണി എൻഷുറിങ് യൂസേഴ്സ് റിസീവ് റെലവൻറ്റ് ഇമെയിൽസ് ബേസ്ഡ് ഓൺ ദെയർ ഇൻട്രാക്ഷൻ വിത്ത് ദ ബ്രാൻഡ്. ആ ബ്രാൻഡുമായിട്ട് അവർ എങ്ങനെയൊക്കെ ഇൻട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിനൊക്കെ ഇമെയിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, റെലവൻ്റ് ആയിട്ടുള്ള ഇമെയിൽ ബേസ് ചെയ്തിട്ട് വിവരങ്ങൾ ശേഖരിക്കുക, അല്ലെങ്കിൽ എൻഷുർ ചെയ്യുക യൂസേഴ്സ് അതൊക്കെ റിസീവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തുക. പിന്നെ ബിഹേവിയറൽ ടാർഗറ്റിംഗ് വരുന്നുണ്ട്. ബിഹേവിയറൽ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പ്, അതിൽ എന്തൊക്കെ തരത്തിലുള്ള ആക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്, യൂസർ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇമെയിൽസ് സെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കീ കോമ്പോണൻറ്റ്, ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും? നമുക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റുക, ഒരു സ്ഥിരത കൊണ്ടുവരാൻ പറ്റുക, അളക്കാൻ പറ്റുക, സ്കെയിലബിലിറ്റി ഉണ്ടായിരിക്കുക,
അത് വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും അനുസരിച്ച് നമുക്ക് തരംതിരിച്ച് കൊടുക്കാൻ സാധിക്കുക, പേഴ്സണലൈസ് ചെയ്യാൻ പറ്റുക, നമ്മുടെ ROIനെ ഇമ്പ്രൂവ് ചെയ്യുക. ROI എന്ന് പറയുമ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. പിന്നെ അധികവും ഡാറ്റ ഡ്രിവൺ ഡിസിഷൻസിലേക്ക് നമുക്ക് കൃത്യമായി അനലറ്റിക്സ് നോക്കിയിട്ടും അങ്ങനെ ആ ഡാറ്റയിലൂടെ തന്നെ നമ്മൾ ഡിസിഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ്റെ ഫീച്ചേഴ്സ്? ഇത് നമ്മൾ പറഞ്ഞു തന്നെയാണ് ട്രിഗർ ബേസ്ഡ് ആയിട്ടുള്ള ഇമെയിൽ. നമ്മൾ പറഞ്ഞ ഒരു മെസ്സേജ് കിട്ടിയിട്ട് ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു പേജിലേക്ക് ഡയറക്റ്റ് ആയി പോവുക, അല്ലെങ്കിൽ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ പോവുക. അത് അത്തരത്തിലുള്ള ടൈപ്പിനാണ് ട്രിഗർ ബേസ്ഡ് ആയിട്ടുള്ള ഇമെയിൽസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു തന്നെയാണ് വീണ്ടും ഇവിടെ കൊണ്ടുവരുന്നത് കേട്ടോ. ഡ്രിപ്പ് ക്യാമ്പയിൻ പറഞ്ഞു കഴിഞ്ഞാണ്, പേഴ്സണലൈസേഷൻ പറഞ്ഞതാണ്, സെഗ്മെൻറ്റേഷൻ ഓരോ തരത്തിലുള്ള സ്മോൾ സെഗ്മെൻറ്റ്സ് ആക്കിയിട്ട്, പിന്നെ A/B ടെസ്റ്റിംഗ്, അനലറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ്, വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ, ബിഹേവിയറൽ ടാർഗറ്റിംഗ്, ഡൈനാമിക് കണ്ടന്റ്. അതിലിപ്പോൾ നമ്മൾ ഈ 7 പോയിന്റ് പറഞ്ഞാണ്. ബിഹേവിയറൽ ടാർഗറ്റിങ്ങും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഈ കീ കോമ്പോണൻസിൽ തന്നെ നമ്മൾ 8 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ 8 പോയിന്റ് അല്ലാത്ത ബാക്കി പോയിന്റുകൾ മാത്രം ഇവിടെ പഠിച്ചാൽ മതിയാവും. അതായത് ഡൈനാമിക് കണ്ടന്റ് ആണ് അതിലില്ലാത്തത്. ഡൈനാമിക് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ എലമെന്റ്സുകൾ അതിലേക്ക് നമ്മൾ ചേർക്കുക, ആഡ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. ഇമെയിൽ ദാറ്റ് ചേഞ്ച് ബേസ്ഡ് ഓൺ റെസിപ്പിയൻസ് പ്രൊഫൈൽ. അതായത് റെസിപ്പിയൻ്റ് ആരാണോ റിസീവ് ചെയ്യുന്നത് അവരുടെ പ്രൊഫൈലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, അവരുടെ പ്രിഫറൻസിൽ എന്തൊക്കെ മാറ്റം വരുന്നുണ്ട്, എന്തൊക്കെ ബിഹേവിയറിൽ ചേഞ്ച് വരുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് നമ്മുടെ ആ മെയിലിലും പുതിയ പുതിയ എലമെൻറ്റുകളെ ഇൻസേർട്ട് ചെയ്യുക എന്നാണ് അതിനാണ് ഡൈനാമിക് കണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് സിംഗിൾ ഇമെയിൽ ടെംപ്ലേറ്റ് ക്യാൻ ഡിസ്പ്ലേ ഡിഫറെൻറ്റ് കണ്ടന്റ് ഫോർ ഡിഫറെൻറ്റ് റെസിപ്പിയൻസ്. ഒരൊറ്റ ഇമെയിൽ തന്നെ ആയിരിക്കും ടെംപ്ലേറ്റ് ആയിട്ടുണ്ടാവുക, പക്ഷെ അതിൽ തന്നെ ഒന്നിലധികം കണ്ടന്റുകളോ അല്ലെങ്കിൽ ഒന്നിലധികം റെസിപ്പിയൻസിനോ നമ്മളത് കൊടുക്കുക. അതിനെയാണ് ഡൈനാമിക് കണ്ടന്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ ആ പേഴ്സണലൈസേഷൻ എൻഹാൻസ് ചെയ്യാനും അതിൻ്റെ റെലവൻസ് കൂട്ടാനൊക്കെയാണ് ചെയ്യുന്നത്. ഇനി 10ാമത്തെ പോയിന്റിൽ ഇൻ്റഗ്രേഷൻ വിത്ത് CRM ആൻഡ് അതർ ടൂൾസ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ പ്ലാറ്റ്ഫോമിനെ ആരുമായിട്ട്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റുമായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ അധികം നമുക്ക് അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ കൂട്ടാനും അതുവഴി മാർക്കറ്റിംഗ് ഓട്ടോമേഷനൊക്കെ എൻഹാൻസ് ചെയ്യാനും അതിൻ്റെ ഫ്ലോ ഒക്കെ എൻഹാൻസ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഈ ഒരു ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതിലൂടെ തന്നെ മാർക്കറ്റേഴ്സിന് കൂടുതൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് ഈ ഒരു ഡാറ്റ എത്താനൊക്കെ അവിടെ സഹായകമാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ് ഓട്ടോമേഷൻ നിർബന്ധമായി പഠിക്കുക, ട്രിഗർ ബേസ്ഡ് ഇമെയിൽ എന്താണെന്നുള്ളതും, A/B ടെസ്റ്റിംഗ് എന്താണെന്നുള്ളത് എക്സാമ്പിളും ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഡ്രിപ്പ് ക്യാമ്പയിൻ എന്താണെന്നുള്ളത്. അതായത് മുൻകൂട്ടി തന്നെ നമുക്ക് എപ്പോൾ ഇത് ഷെഡ്യൂൾ ചെയ്യണം, എപ്പോഴാണ് ഏതൊക്കെ ഇടവേളകളിലാണ് മെയിൽ ചെയ്യേണ്ടതൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് വെക്കുക. ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് അവരിലേക്ക് പുതിയ ആളുകളിലേക്ക് സബ്സ്ക്രൈബേഴ്സിലേക്ക് സമയത്ത് എത്തിക്കുക. നമുക്ക് പിന്നെ അത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല, ടൈം നോക്കി വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓൾറെഡി നമ്മൾ അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പറയുന്നത് ഡ്രിപ്പ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഇതിൽ essay ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഔട്ട്ബൗണ്ട് ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത്, ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ്റെ ബെനിഫിറ്റുകൾ, ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ ആൻഡ് സെഗ്മെൻറ്റേഷൻസ്. അപ്പോൾ ഇതിൽ ലോങ് എസ്സേ ആയിട്ട് വരാനുള്ളത് 10 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്സ് ഓഫ് ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ. ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ഇവിടെ 10 ടൈപ്സ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫീച്ചേഴ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഡിസ്കസ് ദ ഫീച്ചേഴ്സ്, ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 4 മൊഡ്യൂളുകൾ എക്സാം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയിട്ട് തന്നിട്ടുണ്ട്. ഇത് 1.5 മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും. മാക്സിമം ഇവിടെ മാർക്ക് എന്ന് പറയുന്നത് 50 മാർക്കാണ്. ഇവിടെ ഒരു മോഡൽ തന്നത് ജസ്റ്റ് നോക്കുക. ആദ്യത്തത് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന സീലിംഗ് എന്ന് പറയുന്നത് 16 മാർക്സ് ആയിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കീ ബെനിഫിറ്റ് ഓഫ് PPC അഡ്വർടൈസിങ്? പേ പെർ ക്ലിക്ക് അഡ്വർടൈസിങ് എന്താണ്, അതിൻ്റെ കീ ബെനിഫിറ്റ് എന്താ ചോദിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ള ചോദിച്ചിട്ടുണ്ട്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ SEO സ്പെഷ്യലിസ്റ്റ്? സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ സ്പെഷ്യലിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളത്. വാട്ട് ഇസ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് 5th ക്വസ്റ്റ്യനിൽ ഹൂ കൺട്രോൾസ് ഓൺ പേജ് ഓപ്റ്റിമൈസേഷൻ? ഓൺ പേജ് ഓപ്റ്റിമൈസേഷനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? 6th ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദ കീവേഡ് ടാർഗറ്റിംഗ്? എന്താണ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 7th ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് കോൾഡ് ഇമെയിലിംഗ്?
എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ട്രാൻസാക്ഷണൽ ക്യാമ്പയിൻ, ഒൻപതാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് A/B ടെസ്റ്റിംഗ് അതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. പത്താമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് സർവേ ഇമെയിൽ, എന്താണ് സർവേ ഇമെയിൽ. അങ്ങനെ 10 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു സെക്ഷനിൽ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 16 ആയിരിക്കും. ഇനി സെക്ഷൻ ബിയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു സെക്ഷനിൽ ഓരോന്നിനും മാർക്ക് എത്രയാണ്, 6 മാർക്ക് വീതമായിരിക്കും. മാക്സിമം ഇവിടെ നമുക്ക് കിട്ടുന്ന മാർക്ക് 24 ആണ്. കാരണം ഇവിടെ 5 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാർക്ക് വെച്ച് 30 മാർക്കാണ്. പക്ഷേ ഒരു കുട്ടിക്ക് മാക്സിമം 24 മാർക്ക് വരെയാണ് ഈ ഒരു സെക്ഷനിൽ അലൗ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ്, വാട്ട് ആർ ദ 7 C's ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പ്ലെയിൻ. 7 സികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ SEOൻ്റെ പ്രോസസ്സ്, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്കസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ട്രഡീഷണൽ മാർക്കറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് SEM സെർച്ച് എൻജിൻ മാർക്കറ്റിങ്ങും സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് 15th ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ. ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഇത്രയാണ് സെക്കൻഡ് പാർട്ടിൽ അവർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ സിയിലേക്ക് വരുമ്പോൾ 2 essay ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഏതാന്നുള്ളതും അതിൻ്റെ ആ ഒരു മാർക്കറ്റിംഗ് എഫേർട്ടിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഓരോന്നിൻ്റെയും സ്പെഷ്യലായിട്ടുള്ള റോളുകൾ എന്താണ്, ഈ ഒരു ഓരോ ടൂളിൻ്റെയും പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ റോൾ എത്രത്തോളം എഫേർട്ട് എൻഹാൻസ് ചെയ്യാൻ അതൊക്കെ സഹായകമാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. 17ാമത്തെ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആൻഡ് ദെയർ യൂസേഴ്സ്. ഏതൊക്കെയാണ്, പല തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് പറയുന്നത്, അതിൻ്റെ യൂസസ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ്. എന്നിരുന്നാലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ടൊന്ന് പഠിക്കുക. അപ്പോൾ എന്തായാലും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല നിങ്ങളുടെ ഈ ഒരു എക്സാമിന് മുന്നേ തന്നെ ഈ ഒരു അറ്റ്ലീസ്റ്റ് ബുക്ക് തന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിലാണ് കിട്ടിയത്. ഇത്രയും കാര്യങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഞാനിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അതിൻ്റേതായ പോരായ്മകളൊക്കെ ഒരുപാടുണ്ടാവും. എന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് കറക്റ്റായിട്ട് എന്ത് പഠിക്കണം എന്നൊന്ന് ലാസ്റ്റിലെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ ബുക്കിൻ്റെ കണ്ടൻറ്റും എത്തിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള സെമസ്റ്ററുകളിലും ഇനി നെക്സ്റ്റ് സെം അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യും. അവിടെയും നമുക്ക് ഇതേ ഒരു പ്രതിസന്ധി തന്നെയാണ്. പുതിയ ബുക്കുകളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. എന്നിരുന്നാലും നമുക്ക് കിട്ടുന്ന മുറയ്ക്ക് തന്നെ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓരോ വീഡിയോസും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുടെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്